എന്താ? മാർഗചക്രം ഈ വഴിക്കാണ് പോകുന്നത്. മഠയ, മാർഗചക്രന്റെ വഴി യാതൊരു കാരണവശാലും തെറ്റുകയില്ല. അങ്ങനെ സംഭവിച്ച ചരിത്രമില്ല. അങ്ങ് പറയുന്നതാണ് ശരിയെങ്കിൽ മാർഗചക്രം എന്തിനാണ് ഈ വഴിക്ക് പോകുന്നത്? നിന്റെ മകൻ ഇതേ വഴിയിലൂടെ സഞ്ചരിച്ചുവെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഗുരുക്കൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ എന്റെ മകൻ ഇവിടെ വരുമെന്നാണോ? മാത്രല്ല, അവൻ എന്തിനായിരിക്കും ഈ വഴിക്ക് വന്നത്? നിന്റെ മകനായിട്ട് വന്നോ, അതോ അവനുമേൽ മന്ത്രപ്രയോഗം നടത്തി മറ്റാരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നോ? ആർക്കറിയാം? നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സമയം കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടേക്ക് എത്താൻ വൈകും തോറും നിന്റെ മകന്റെ പ്രാണനത് ആപത്താണ്. എന്നുവെച്ചാ എന്റെ മകൻ അത്ര വലിയ അപകടത്തിലാണെന്നാണോ? ഇനിയൊരു പക്ഷേ നാഗലോകത്തുള്ളവർ നമ്മളുമായി യുദ്ധം തുടങ്ങിയെന്നാണോ? എന്റെ മകന്റെ രൂപത്തിൽ വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുകയാണോ അവർ? ചില ഉത്തരങ്ങൾ കൈയെത്തുന്നതിനും അപ്പുറത്തായിരിക്കും ദിഗ്വിജയ. ആ ഉയരങ്ങളിലേക്ക് നാം വളർന്നെങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ നമുക്ക് കൈപ്പിടിയിലാക്കാനാകൂ. സാധിച്ചില്ലെങ്കിൽ ചോദ്യങ്ങളിലൂടെ ജീവിച്ച് ചോദ്യങ്ങളിൽ തന്നെ മരിക്കേണ്ടി വരും. ഇനിയും സമയം കളയാനില്ല നമുക്ക് ദിഗ്വിജയ. പറയുന്ന കേൾക്ക്, വാ. ഏയ് ഭോലേനാഥ, നിന്റെ സമയമെത്തി. ആകാശത്ത് നിന്ന് ഗംഗ ഭൂമിയിൽ സ്പർശിച്ച ക്ഷണം, ആ ഭഗവാൻ ഹനുമാൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്ന പുണ്യക്ഷണം. ഈ പുണ്യക്ഷണത്തിൽ ആദിശേഷ മാനവരൂപി തൃശൂലിന് പരകായ പ്രവേശം നടത്താൻ പോകുന്ന പുണ്യക്ഷണം. ഹേ ഭോലേനാഥ, ഹേയ് ഭോലേനാഥ, അങ്ങയുടെ രീതിയിൽ തന്നെ എല്ലാ പൂജയും നടത്തിക്കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, രൂപം മാറുക എന്നത് മാത്രം. ഓം പഞ്ചശക്തി ആവാഹയാമി. ഹേ കരുണാസാഗര, ഹേ ത്രയംബകേശ്വര, ശരണം ശരണം മഹേശ്വര, ശരണം. ആദിശേഷന്റെ മാനവരൂപി തൃശൂരിന് പുതിയ രൂപം കൊടുക്കുവാൻ അനുവാദം തന്നു അല്ലേ? സ്വാമിജി, ഇത് ആരുടെ രൂപമാണ്? പേടിക്കണ്ട, ഇത് അഭയരൂപമാണ്. മഹാശക്തിശാലിയുടെ രൂപമാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന രൂപം. സ്വാമിജി, അഭയരൂപം എന്ന് പറയുന്നു. ഈ രൂപമുള്ളവൻ മഹാശക്തിശാലിയാണെന്നാണോ? ആരാണവൻ? അവൻ ശത്രുക്കൾക്ക് സിംഹസ്വപ്നം, മഹായോ
ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഹൂപ്സ്, മനസ്സിലായില്ല അല്ലേ? CID അഭയ്. ഈ അഭയ് ചീത്ത ആളുകൾക്ക് ഭയങ്കരനാണ്, നല്ലവർക്ക് തോഴനാണ്. നിയമങ്ങൾക്കെതിരായി ആ ഭഗവാൻ തന്നെ എന്റെ മുന്നിൽ വന്ന് നിന്നാലും ആ ഭഗവാൻ എതിരെ നിൽക്കുന്നവനാണ് ഞാൻ. അങ്ങനെയൊക്കെ ഉള്ളപ്പോ നിന്റെയൊക്കെ കാര്യം പറയാനുണ്ടോടാ? ഭോലെനാഥ, തൃശൂരിന് ലഭിക്കേണ്ട രൂപം ഏതാണെന്ന് അങ്ങനെ കാണിച്ചു തന്നുവല്ലോ. ഈ മായാഭടന്റെ വേഷത്തിൽ നിന്ന് ആദിശേഷൻ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുവാൻ സാധിക്കുമെന്നത് നിനക്ക് തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ജയ് ഭോലെനാഥ. അല്ല സ്വാമിജി, ഞാൻ എന്റെ രൂപം മാറണമെന്ന് ആഗ്രഹിച്ചത് സത്യമാണ് എന്ന് കരുതി ഏതോ ജീവനുള്ള വ്യക്തിയുടെ ശരീരമാണല്ലോ തന്നത്. അപ്പോ ഈ ദേഹത്തിലുണ്ടായിരുന്ന ആത്മാവ് എവിടെ? അതേപ്പറ്റി നീ ചിന്തിക്കേണ്ടതില്ല. ഈ ദേഹത്തിലുണ്ടായിരുന്ന ആത്മാവ് നിന്റെ ദേഹത്തിലുണ്ടിപ്പോൾ. അല്ല സ്വാമിജി, ഈ ശരീരത്തിൽ ഇപ്പൊ എന്റെ ആത്മാവ്, എന്റെ ശരീരത്തിൽ ഇപ്പൊ അവന്റെ ആത്മാവ് ഇരുന്ന പ്രശ്നങ്ങളുണ്ടാവില്ലേ? ആവില്ല. എന്തുകൊണ്ടെന്നാൽ ആ ശരീരം ദിഗ്ബന്ധനത്തിലാണുള്ളത്, മഹാനിദ്രയിലാണുള്ളത്. അത് വെറുമൊരു നിദ്രയല്ല, ഒരു മഹാമണ്ഡല കാലത്തോളം ഉണരാത്ത തരത്തിലുള്ള നിദ്ര. അതുവരെയും എനിക്ക് ആ ശരീരം കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം, ഒരു മണ്ഡലകാലത്തിനുള്ളിൽ അഘോര അമാവാസി സംഭവിക്കുന്നതാണ്. ആ അമാവാസിക്കകം നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. അതുമാത്രമല്ല, നീ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓർമ്മയുണ്ടാവട്ടെ, നീ ജന്മമെടുത്തതിന്റെ ഉദ്ദേശവും നീ അറിയേണ്ടതാണ്. നിന്റെ ചുറ്റുമുള്ള ശത്രുക്കൾ ആരാണ് എന്നതും നീ അറിയേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവട്ടെ, നീ എല്ലാം മറന്ന് അതിന് പരിഹാരം കണ്ടുപിടിക്കുന്ന ആ ക്ഷണം, ആ സമയം ഒരു കാർക്കോടക അമാവാസിയുടെ സമയമായിരിക്കും. ആ ക്ഷണം കഴിഞ്ഞാൽ പിന്നെ നീ വെറും വ്രണമായിരിക്കും. വീണ്ടും നിനക്ക് വരാം. നിന്റെ ശരീരത്തിൽ വീണ്ടും നിന്റെ ശരീരത്തെ നിനക്ക് കയറ്റാം. എന്നാൽ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം, മണ്ഡലകാലത്തിനകം എന്തെങ്കിലും വേണ്ടാത്തത് സംഭവിച്ചാൽ മറക്കരുത്, നിന്റെ എല്ലാ ചോദ്യങ്ങളും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കും. അതിനൊരിക്കലും ഉത്തരം ലഭിക്കില്ല. അതുമാത്രമല്ല, ഈ ജഗത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും നിന്റെ അവസാനം വരെ നിന്റെ ചുറ്റിലും ചുറ്റിക്കൊണ്ടേയിരിക്കും. നീ തോറ്റാൽ ഈ ദേഹം മരിക്കും. പിന്നീട് നിന്റെ ആത്മാവിന് മുക്തിയില്ലാതെ വായുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. സൂക്ഷിച്ചോ, എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചാൽ നിന്റെ ഈ രൂപം ഇങ്ങനെ തന്നെ ബാക്കിയാവും, പിന്നീട് ഒരിക്കലും മാറുകയില്ല. ഈ പൗർണമി മുതൽ അടുത്ത പൗർണമി വരുന്നത് വരെയും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിന്നെ ഹിംസിച്ചാൽ നിന്റെ ദേഹത്തിന് വേദനിക്കും, മനുഷ്യ ശരീരത്തിന്റെ വേദന. പിന്നെ നിന്റെ രൂപം നിനക്ക് കിട്ടില്ല. നിന്റെ മുൻപിലുള്ളത് കുറച്ചു സമയം, ഒരുപാട് ഉത്തരവാദിത്വങ്ങളുമാണ്. അല്ല സ്വാമിജി, ഞാൻ ഈ രൂപത്തിൽ എങ്ങനെ വീട്ടിലേക്ക് പോകാനാണ്? നിന്നിൽ ജ്ഞാനവാഹിനിയുടെ ആശീർവാദമുണ്ട്. അത് തന്നെ നിനക്ക് വഴി കാട്ടിത്തരും. ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ നിന്റേത് വെറുമൊരു രൂപമല്ല, ഒരു പോലീസുകാരന്റെ രൂപമാണ്. അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിക്കൂ. സ്വാമിജി, ഒരേ ഒരു ചോദ്യം, എന്റെ ശരീരം ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പോൾ അത് നിന്റെ കണ്ണിൽ കാണുവാൻ സാധിക്കില്ല, അത് കാണുവാനും പാടില്ല തന്നെ. പോയി വരൂ. ശരി സ്വാമിജി, എന്നെ ആശീർവദിക്കൂ. വിജയ് ഭവ. ജയ്
ഭോലനാഥ, നിന്റെ അംശഭൂതനെ നീ ആശീർവദിച്ചാലും പ്രഭോ. ജയ് ഭോലനാഥ. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്തായിരിക്കും? ആലോചിക്കുമ്പോ അസ്പഷ്ടമായ ഓർമ്മകളാണ്. ഒരു 100,000 പ്രശ്നങ്ങള്. അതിന്റെ കൂടെ തൃശ്ശൂലും എങ്ങോട്ടേക്കോ പോയിരിക്കുക. എങ്ങോട്ടേക്കാ പോയത്? എന്തിനാ പോയത്? അതൊന്നും എനിക്ക് അറിയില്ല ദൈവമേ. അതിന് ഞാനാരാ? തൃശ്ശൂലാരാ എനിക്ക്? ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ തന്നെയുള്ള കാരണം എന്താ? അതുപോലെ തൃശ്ശൂര് വീട് വിട്ടു പോകാനുള്ള കാരണം എന്താണ്? ദൈവമേ, എനിക്ക് വേണ്ടി ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്കൊന്നും തന്നെ വേണ്ട. ഈ വീട്ടിൽ വരുന്നതിന് മുൻപേ തൃശ്ശൂൽ എനിക്ക് ഒന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോ അവനാണ് എനിക്കെല്ലാം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എന്റെ തൃശ്ശൂലിന് ഒരപകടവും ഉണ്ടാവരുത് ദൈവമേ. അവൻ എവിടെയാണെങ്കിലും എന്റെ അടുത്തേക്ക് പെട്ടെന്നൊന്ന് തിരിച്ചു വന്നാ മതി. എനിക്ക് അവനെ കണ്ണു നിറച്ച് കാണണം ദൈവമേ. എന്റെ തൃശ്ശൂലിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരണമേ ദൈവമേ. ദൈവമേ, എനിക്ക് എന്റെ തൃശ്ശൂലിനെ കാണാൻ തോന്നുന്നു. അവനോട് സംസാരിക്കണമെന്ന് തോന്നുന്നു എനിക്ക്. എവിടെയാണ്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത് എനിക്ക് അറിയണം. അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതെല്ലാം എനിക്ക് തന്നിട്ട് അവനെ അതിൽ നിന്ന് കര കയറ്റണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ദൈവമേ. അവൻ എന്ത് കഷ്ടത വന്നാലും അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങി അവനെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാം ദൈവമേ. എന്തുണ്ടായി ഗുരുക്കളെ? മാർഗചക്രന്റെ ചലനം അവസാനിച്ചു. ഇതാണ് നാം മന്ത്രതർപ്പണത്തിൽ കണ്ട ആ സ്ഥലം. നിന്റെ മകനുണ്ടായിരുന്നതും ഇവിടെയാണ്. പക്ഷെ എന്നാൽ ഇവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ആരുമില്ല. ഉണ്ടായിരുന്നതിന് ഇത് തന്നെയാണ് സാക്ഷി. നിന്റെ മകനുമേൽ മന്ത്രപ്രയോഗം നടത്തിയിരിക്കുന്നു. ഇനി അവനെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഇല്ല. എന്റെ അനുമാനത്തിൽ ഇവിടെ പൂജ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ അവന് മറ്റൊരാപത്തും സംഭവിച്ചിട്ടില്ല. അതിന് സാക്ഷി ഈ ഹോമകുണ്ഡം. പൂജ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ എന്റെ മകന് എന്തെങ്കിലും സംഭവിച്ചു കാണുന്നല്ലേ അർത്ഥം? ഇല്ല ദിഗ്വിജയ. അങ്ങനെ അവൻ ആപത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ രക്തക്കറ കാണേണ്ടതായിരുന്നു. അത്തരത്തിൽ യാതൊരു സൂചനയും ഇവിടെ ഇല്ല. അവനുമേൽ നടന്നിരിക്കുന്നത് സാത്വിക പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ രക്തക്കറയൊന്നും കാണാത്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ മകൻ എവിടെ ഗുരുക്കളെ? അവൻ എന്താണ് സംഭവിച്ചത്? അത് കണ്ടെത്താനാകുന്നില്ല ദിഗ്വിജയ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. നിന്റെ മകന്റെ പ്രാണഹത്യ സംഭവിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, സംഭവിച്ചിരിക്കുന്നത് സാത്വിക പൂജയാണ്, ബലിപൂജയല്ല. ഗുരുക്കളെ, അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് ഇവിടെ ഏത് പൂജയാണ് നടന്നതെന്ന് കണ്ടുപിടിക്കേ. എന്നിട്ട് എന്റെ മകൻ എവിടെയാണെന്നും ഒന്ന് കണ്ടുപിടിച്ചു തരണം. കണ്ടെത്താൻ സാധിക്കുന്നില്ല. സാത്വിക പൂജയുടെ കാര്യകർമ്മങ്ങൾ എന്തെന്നറിയാൻ, അതിൽ നിന്ന് വരുന്ന ഫലം എന്തെന്നറിയാൻ ശുദ്രമന്ത്രപ്രയോഗികൾക്ക് സാധിക്കില്ല.
അതിനെ പൂർണ്ണമായി മനസ്സിലാക്കി അതിനെ ഭേദിക്കുവാനുള്ള ശക്തി എന്റെ ജ്യേഷ്ഠൻ ത്രയംബകന് മാത്രമേ ഉള്ളൂ. ഇനി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങള്? എന്റെ പേര് അഭയ്. ഇതിനു മുമ്പേ നമ്മള് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? ഏയ്, ഒരു ചാൻസും ഇല്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിലേക്ക് വരുന്നത് തന്നെ. അതിന് അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പുറത്തെവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും നമ്മള് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ടാ നിങ്ങളെ കാണുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളെ പോലെ, പരിചയമുള്ള ഒരാളെ പോലെ, മനസ്സിന് വല്ലാതെ അടുപ്പം തോന്നുന്ന ഒരാളെ പോലെ തോന്നിയത്. നിങ്ങളുടെ പേരെനിക്ക് വലിയ പരിചയമില്ല. അഭയ് എന്നുള്ള പേരിൽ എനിക്ക് ആരെയും പരിചയമില്ല. എന്നിട്ടും നിങ്ങളെ മുമ്പേ എവിടെ കണ്ടതുപോലെ, സംസാരിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങൾ ആലോചിക്കുന്നേ? എന്നെ നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല മാഡം, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊന്നും ആരോടും സംസാരിക്കുന്ന ആളല്ല. പക്ഷേ നിങ്ങളെ കണ്ടപ്പോ എനിക്കെന്താ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇറ്റ്സ് ഓക്കെ മാഡം, നോ പ്രോബ്ലം. കുറച്ച് പ്രസാദം തരുമോ? ആ, ദൈവത്തിനോട് ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വീട്ടില് ചില പ്രശ്നങ്ങളുണ്ടതാ. എല്ലാം ശരിയാവും. ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മുന്നോട്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് നമുക്ക് കരുതാം. അവൻ എവിടെയായിരുന്നാലും പെട്ടെന്ന് വന്നാ മതി. എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ മാത്രമാണ് പരിഹാരം. എന്റെ മകനെ കാണുന്നില്ല. എവിടെയുണ്ടെന്നും അറിയില്ല. അവന്റെ മേൽ മന്ത്രപ്രയോഗം നടന്നു. ആരാണ് ചെയ്തതെന്നും അറിയില്ല. തൃശൂൽ വീട്ടിലില്ല. നാഗരാണിയാണെങ്കിൽ രക്തദാഹിയായിരിക്കുകയാണ്. തൃശൂൽ ഇവിടെ ഉണ്ടെങ്കിൽ അവളെ പുറത്താക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തൃശൂൽ ഇവിടെ ഇല്ലാത്ത ഈ സമയം ഞാൻ മുതലാക്കിയേ മതിയാകും. അതുകൊണ്ടിനി തൃശൂൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്റെ ബുദ്ധി പ്രയോഗിച്ചേ മതിയാകും. നാഗറാണിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സമയം ഇത് തന്നെയാണ്. ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഞാനാണ് ദിഗ്വിജയൻ എന്നറിയുന്ന ആ നിമിഷം തന്നെ എന്റെ മരണം ഉറപ്പാണ്. ആ ഒരു സമയം എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ തന്നെ അവളെ ഇല്ലാതാക്കണം. ശിവാനി, ശിവാനി, നീ എവിടെയാ ഉള്ളത്? ധനഞ്ജയ്, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? രാവിലെ തൃശ്ശൂരിനെ തേടി പോയതല്ലേ നീ? കണ്ടോ അവനെ? എന്തെങ്കിലും അറിയാൻ പറ്റിയോ? ഞാൻ കണ്ടില്ല. അതിനുവേണ്ടിയാ ഞാൻ അവളെ വിളിക്കുന്നേ. അവളീ വീട്ടിലുണ്ടല്ലോ, എങ്ങോട്ടും പോയിട്ടില്ല. അവളവനെ തിരക്കാൻ പോയിട്ടുണ്ടാവില്ല. പക്ഷേ അവൻ എവിടെയാണ് പോയിരിക്കുന്നതെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം.